ശ്യാം, ആ ഓക്കെ. എന്നതാടു താനിതുവരെ പോയില്ലേ? അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് തിരക്കിട്ട് പോയിട്ട്. ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടി നിന്നതാ. അത് കൊള്ളാമല്ലോ. എന്നോട് യാത്രയും പറഞ്ഞു പോയതല്ലേ താൻ, പിന്നെന്താ ഒരു ചേഞ്ച്? അത് എന്നതാടു? ആ അരുന്ധതി എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അരുന്ധതി മേനോനോ? എന്നതാ കാര്യം? അത് ഞാനൊന്ന് അവിടം വരെ ചെല്ലണമെന്ന്. താലോലത്തിലേക്കോ? എന്നതിനാ? ഡോക്ടർ കേത്ത് പറഞ്ഞിട്ടാണത്രേ. രേണുക ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അയാളാണ്. എന്നെ കണ്ട ചിലപ്പോൾ രേണുകയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്ന. ഞാൻ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുക. ഗംഗയോട് ഞാൻ പ്രോമിസ് ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ വീണ്ടും ഇല്ല സാർ, എനിക്ക് പോകാൻ കഴിയില്ല. ശ്യാം, തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ താൻ മൂലം ആ കുട്ടിക്കൊരു ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേടൂ. മറ്റാരും അറിയണ്ട, താൻ പോണം. വേറൊന്നും ചിന്തിക്കുകയും വേണ്ട. ഏതോ ഒരു പെൺകുട്ടി, അങ്ങനെ കരുതിയാൽ മതി. എന്നാലും കൂടുതലൊന്നും ചിന്തിക്കേണ്ട താൻ. ഛേദമില്ലാത്ത ഒരു ഉപകാരം അത്രയെങ്കിലും തനിക്ക് ചെയ്തുകൂടെടൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. രേണുകയുടെ കാര്യമാണ്. രേണുകയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഡോക്ടർ കേത്താണ് ചികിത്സിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഡോക്ടർ നല്ല പ്രതീക്ഷയിലാണ്. വേണ്ടപ്പെട്ടവരായി രേണുകയ്ക്ക് ഇവിടെ ഇപ്പോൾ മറ്റാരുമില്ലാത്ത സാഹചര്യത്തിൽ മിസ്റ്റർ ശ്യാം വിചാരിച്ചാൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ഡോക്ടർ പറയുന്നു. ശ്യാം, തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ താൻ മൂലം ആ കുട്ടിക്കൊരു ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേടൂ. മറ്റാരും അറിയണ്ട, താൻ പോണം. വേറൊന്നും ചിന്തിക്കുകയും വേണ്ട. ഏതോ ഒരു പെൺകുട്ടി, അങ്ങനെ കരുതിയാൽ മതി.
ഗംഗേ, എന്താ ശ്യാമേട്ടാ? ആ ഫോണിങ് എടുത്തേ. ദാ വരുന്നു. ഛേ, ഒമ്പത് മണിക്ക് മുമ്പ് ഓഫീസിലെത്തണമെന്ന് വിചാരിച്ചാ. രാത്രി മുഴുവൻ ഉറക്കം ഇളക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ചിന്തിച്ചു കൂട്ടായപ്പോ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഛേ, ആരാ ഇതിനിടയില്? ആരെ ഫോണിൽ? എന്താ കട്ട് ചെയ്തേ? ഇതെന്റെ ഒരു ക്ലയന്റാ. അയാളോട് എത്ര പറഞ്ഞാലും കാര്യം മനസ്സിലാവില്ല. വെറുതെ ഇങ്ങനെ വിളിച്ച് മനുഷ്യരെ ശല്യം ചെയ്തു. ക്ലയന്റ് എന്ന് പറഞ്ഞ കേസിന്റെയോ അതോ? കേസിന്റെ അല്ലാതെ പിന്നെ? അല്ല, ഞാൻ നിൽക്കുന്നോണ്ട് വിഷമിക്കണ്ട, സംസാരിച്ചോളൂ. കട്ട് ചെയ്യണ്ട. അത്യാവശ്യമുള്ള ആളാണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്നേ. ഞാൻ പോയേക്കാം. ഹലോ. ഹലോ, അരുന്ധതി മേനോനാണ്. ശ്യാം എപ്പോഴാണ് വരുന്നത്? അത് പിന്നെ ഞാന് ശ്യാമിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വേണമല്ലോ ഡോക്ടറെ ഇൻഫോം ചെയ്യാൻ. ശ്യാമൊന്നും വിളിച്ചതുമില്ല. ഞാൻ കുറച്ച് ബിസിയായി. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശ്യാമിന് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. വാലിന് തീ പിടിച്ച കൊരങ്ങന്മാർക്ക് പോലും ഇത്രയും പരാക്രമം കാണത്തില്ല. നീ എന്താ പറഞ്ഞേ? എല്ലാം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചെന്നോ? എന്റെ ഗംഗമോളെ, അവൻ നിന്നെ പറ്റിക്കുക. ഒക്കെ ഞാൻ പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ദേ, ആ ഫോൺ ആരുടേതാണെന്ന വിചാരം? അവളുടെ, ആ രേണുകയുടെ. ഭ്രാന്താ പൊട്ടാന്നൊക്കെ പറയുന്ന ചുമ്മാതാ. ഒക്കെ രണ്ടാളും ചേർന്നുള്ള നാടക. ദേ, നമ്മളെ വിട്ടികളാക്കുന്ന നാടകം. എടി, ഞാനൊരു കാര്യം പറയാം, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ആ നേരത്തെ അരുന്ധതി മേനോൻ വിളിച്ചത്. ഗംഗയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഗംഗ വല്ലതും ചോദിച്ചോ? അവൾ സംസാരിച്ച മുഴുവൻ ഇന്നർ മീനിങ്ങിലായിരുന്നു സാർ. ഒരു വിധത്തിലാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. ആ, അതിരിക്കട്ടെ. താൻ എന്നാ തീരുമാനിച്ചു? പോകുന്നില്ലേ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നാ ആയെന്നാ? എടോ, സംശയവും പരദൂഷണവും ഒക്കെ പെണ്ണുങ്ങളുടെ കൂടപ്പിറപ്പാ. അത് ചാകുന്നവരെ അവരെ വിട്ടു പോവുകയില്ല എന്ന് കരുതി നമ്മൾ ആണുങ്ങൾ അതിനനുസരിച്ച് തുള്ളാൻ നിന്നാലേ ജീവിതം നശിച്ചു പോവേ. ഞാൻ പറഞ്ഞില്ല സാർ, ഗംഗയിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയതാ. അതിനിടയിൽ ഞാൻ രേണുകയെ കാണാൻ പോയിന്നെങ്ങാനും അവൾ അറിയാൻ ഇടവന്നാല് വീണ്ടും ഒരുപക്ഷെ അവള്. വേണ്ട സാർ, എന്തിനാ വെറുതെ ഞാനായിട്ട്? വേണ്ട, ഞാൻ പോകുന്നില്ല. എടോ ശ്യാമേ, താനൊരു സ്വാർത്ഥന, ഭീരു. ഇല്ലെങ്കിലേ താൻ ഒരിക്കലും ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. ആരോരും ഇല്ലാത്ത പെണ്ണ്, ജീവിതത്തിന്റെ നല്ല നാളുകളിൽ സ്ഥിരബുദ്ധി പോലും നഷ്ടപ്പെട്ട ഒരു ജീവച്ഛവം പോലെ കിടന്ന് നരയിക്കുന്നു. ഈ കാലത്തിന് അവൾ എന്തെല്ലാം അനുഭവിച്ചു, അതും താൻ കാരണം. സാർ, തനിക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ കാണും, പക്ഷേ അതൊന്നും ആ കുട്ടിയുടെ ദുരന്തത്തിന് സമമാകില്ലല്ലോ. സാർ പ്ലീസ്. എടോ, തനിക്കൊന്നും ഓർക്കാമായിരുന്നു. രേണുക മടങ്ങി വന്നതോടുകൂടി തനിക്ക് തിരിച്ചു കിട്ടിയത് തന്റെ സഹോദരിയുടെ ജീവിതമാണ്. അതിന്റെ പ്രതിഫലമായിട്ടെങ്കിലും കരുതി താൻ അവിടെ പോകണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, താൻ ഒരു സ്വാർത്ഥനാണെന്ന്. ഭാര്യയെ ഭയക്കുന്ന ഭീരു. സാറ് തന്നെയാണോ ഈ പറയുന്നത്? പിന്നെ പറയാതെ. തനിക്കേതായാലും രേണുക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ അർത്ഥത്തിൽ രേണുയെ കുറിച്ച് ചിന്തിക്കുന്നതും തെറ്റാണ്. പക്ഷേ
താൻ കാരണം അവിടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടുന്നെങ്കിൽ പ്ലീസ് ശ്യാം, പ്ലീസ്. ആ പാവം ടീച്ചറെ ഓർത്തിട്ടെങ്കിലും താൻ അതിന് മനസ്സ് കാണിക്കണം. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവളും ജീവിച്ചു പോട്ടിടും. ടു ബി ഫ്രാങ്ക്, ഞാനൊന്ന് ചോദിച്ചോട്ടെടും, രേണുക പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നതിൽ മറ്റു പലരെയും പോലെ താനും ഭയപ്പെടുന്നുണ്ടല്ലേ? അവള് തന്റെ ജീവിതത്തിൽ ഭീഷണിയായേക്കാമെന്നുള്ള ഭയം.